അഞ്ചാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം നമുക്ക് ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ, 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനെന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അറ്റംപ്റ്റ് എനി 5 ആക്ടിവിറ്റീസ് ഫ്രം ദ ആക്ടിവിറ്റീസ് ഗിവൺ. തന്നിരിക്കുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് 5 എണ്ണത്തിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഏതെങ്കിലും 5 എണ്ണത്തിന് ആൻസർ ചെയ്യാം. ടോട്ടൽ ഇവിടെ 7 ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 5 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 1, 120 നോട്ട്ബുക്സ് കോസ്റ്റ് ₹22 ഈച്ച് വേർ ബോട്ട് ഫോർ ദ സ്കൂൾ സ്റ്റോർ. സ്കൂൾ സ്റ്റോറിലേക്ക് 22 രൂപ വില വരുന്ന 120 നോട്ട്ബുക്കുകൾ വാങ്ങി എന്നാ പറയുന്നത് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയായിട്ടുണ്ടാവും എന്നാ ചോദിക്കുന്നത് അല്ലേ. 120 നോട്ട്ബുക്കുകൾക്ക് മൊത്തം എത്ര രൂപയായിട്ടുണ്ട് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ 22 രൂപയുടെ 120 നോട്ട്ബുക്കുകളാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടി ഗുണിച്ചാൽ നമുക്ക് ടോട്ടൽ എത്ര രൂപയായി എന്ന് കിട്ടൂലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യാം. നമ്പർ ഓഫ് നോട്ട്ബുക്സ് അല്ലേ, എത്രയാ നോട്ട്ബുക്കുകളുടെ എണ്ണം 120. കോസ്റ്റ് ഓഫ് ഈച്ച് നോട്ട്ബുക്ക്, ഓരോ നോട്ട്ബുക്കിൻ്റെ വില അല്ലേ, ഒരു നോട്ട്ബുക്കിൻ്റെ വില എത്രയാ 22. ദെൻ ടോട്ടൽ കോസ്റ്റ് അല്ലേ, ടോട്ടൽ കോസ്റ്റ് എത്ര വരും 120 × 22 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2640 രൂപയാണ്. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ വരുന്നത് അല്ലേ. ബി ക്വസ്റ്റ്യൻ വരുന്നത് രമ ബോട്ട് 30 ഓഫ് ദീസ് നോട്ട്ബുക്സ് ഫോർ ₹24 ഈച്ച് ഫോർ ഹെർ ക്ലാസ്. ഹൗ മച്ച് ഡിഡ് ഷീ പേ. ഈ നോട്ട്ബുക്കിൽ നിന്ന് 24 രൂപ ഓരോ നോട്ട്ബുക്കിനും കൊടുത്തിട്ട് 30 നോട്ട്ബുക്ക് രമ വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 30 നോട്ട്ബുക്കിനും കൂടി രമ എത്ര രൂപയാണ് പേ ചെയ്തിട്ടുണ്ടാവുക, എത്ര രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലെ ആക്ടിവിറ്റി ചെയ്ത പോലെ തന്നെയാണ് ഇതും വരുന്നത് അല്ലേ. അപ്പോൾ എന്താ, നോട്ട്ബുക്കുകളുടെ എണ്ണം എത്രയാണ് വരുന്നത് 30 നോട്ട്ബുക്ക്. ദെൻ കോസ്റ്റ് ഓഫ് ഈച്ച് നോട്ട്ബുക്ക് അല്ലേ, ഒരു നോട്ട്ബുക്കിൻ്റെ വില 24 അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടി ഗുണിച്ചാൽ മതി അല്ലേ ടോട്ടൽ കോസ്റ്റ് കാണാൻ. അപ്പോൾ 30 × 24 ചെയ്താൽ നമുക്ക് 720 രമ കൊടുക്കേണ്ട ക്യാഷ്. സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 30 × 24. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ ഏതാണ് 30 × 24 ഈക്വൽ ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 30 × 24 അല്ലെങ്കിൽ 30 × 24 എന്ന് പറയുന്നത് എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, 720 അതിൻ്റെ ആൻസർ വരുന്നത് എന്ന്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ABCD എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് 720 ഈക്വൽ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ ഓപ്ഷൻസ്, ആ 4 ഓപ്ഷൻസിൽ ഏതിൻ്റെ ക്രിയ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 720 കിട്ടുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഓപ്ഷൻസ് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകൂലേ. അപ്പോൾ 30 × 24 ഈക്വൽ ആയത് എന്ന് വെച്ചാൽ 720 വരുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് 3 × 24 + 10 × 24 അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്രയാണ് വരിക, 3 × 24 72 വരും, പ്ലസ് 10 × 24 ചെയ്യുമ്പോൾ 240 കിട്ടും അല്ലേ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 312 ഫസ്റ്റത്തത് വരുന്നത്. അപ്പോൾ അതാണോ, അല്ല അല്ലേ. ദെൻ സെക്കൻഡ് വരുന്നത് 20 × 30 + 4 × 30 അല്ലേ. അപ്പോൾ 20 × 30 ചെയ്യുമ്പോൾ 600 വരും. ദെൻ 4 × 30 ചെയ്യുമ്പോൾ 120 വരും. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 720 വരുന്നത്. ദെൻ സി വരുന്നത് 30 × 25 + 1 × 25 അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്രയാണ് വരിക, 30 × 25 750. ദെൻ 1 × 25 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 25 കിട്ടും അല്ലേ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 775 വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് 3 × 24 ആണ്, പ്ലസ് 10 × 4 അല്ലേ. അപ്പോൾ എത്ര വരും, 72 + 40 112 വരുന്നത് അല്ലേ. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 30 × 24 ഈക്വൽ ആയത് ഏതാണെന്നല്ലേ. ഇപ്പോൾ 30 × 24 എത്രയാണ് നമ്മൾ പറഞ്ഞു, 720 അല്ലേ. അപ്പോൾ സെയിം വരുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ് അല്ലേ. 20 × 30 + 4 × 30 നമുക്ക് 720 വരുന്നത്. ഇനി ആക്ടിവിറ്റി 2 ആണ്. Draw the figure given below with the same measurements using a scale and a set square. താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ടല്ലോ, ഒരു പിക്ചർ. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ചിത്രം അതേ സെയിം അളവിൽ നിങ്ങളോട് സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ച് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ദെൻ ഇതുപോലെ വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും മാത്സിൽ വരും കേട്ടോ. ഇനി ആക്ടിവിറ്റി 3 വരുന്നത് 24 × 15 = 360. ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് യൂസിങ് മെൻ്റൽ മാത്സ് അല്ലേ.
ഇവിടെ 24 × 15 എന്ന് പറയുന്നത് 360 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതൊക്കെ നിങ്ങളോട് മെൻ്റൽ മാത്സ് ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, മനക്കണക്കാക്കി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ക്രിയ ചെയ്ത് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്നത് 240 × 15 എന്നാണ് അല്ലേ, 240 × 15. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? മുകളിൽ നമുക്ക് തന്നിട്ടുള്ളത് 24 × 15 360 ആണെന്നാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 240 × 15 ആകുമ്പോൾ എന്താണ് അവിടെ എക്സ്ട്രാ വരുന്നത്? അവിടെ 24ൻ്റെ കൂടെ ഒരു 0 എക്സ്ട്രാ വരുന്നത്. അപ്പോൾ നമ്മൾ ആൻസറിലും ഒരു 0 എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3600 നമുക്കിവിടെ ആൻസർ വരിക. ദെൻ ബി ക്വസ്റ്റ്യൻ വരുന്നത് 25 × 15 ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 24 × 15 360 എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ 24 × 15 360 ആണെങ്കിൽ 25 × 15 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ഉത്തരത്തിൽ കൂടി എന്ത് ചെയ്യുക? ഒരു 15 കൂടി കൂട്ടിയാൽ പോരെ. അപ്പോൾ 25 15 ആയില്ലേ. അപ്പോൾ 360 + 15 ചെയ്താൽ നമുക്ക് ആൻസർ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ 375 അവിടെ ആൻസർ വരിക. ദെൻ നെക്സ്റ്റ് വരുന്നത് സി ക്വസ്റ്റ്യൻ 23 × 15 ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇതെങ്ങനെ ചെയ്യാം? നമുക്കറിയാം 24 × 15 അല്ലെങ്കിൽ 24 15 എന്ന് പറയുന്നത് 360 ആണ്. എന്നാൽ 23 15 കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ആൻസറിൽ നിന്ന് 15 കുറച്ചാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ 360ൽ നിന്ന് ഒരു 15 കുറച്ചാൽ നമുക്ക് 345 ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പം നമ്മളിവിടെ ഗുണിച്ച് ചെയ്യാതെ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം അല്ലേ. നെക്സ്റ്റ് 24 × 16 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 24 × 16 എന്ന് വെച്ചാൽ എന്താ? 16 24 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ തന്നിരിക്കുന്നത് 24 × 15 ആണെന്ന് വെച്ചാൽ 15 24 എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 360. അങ്ങനെയാണെങ്കിൽ 16 24 എങ്ങനെ കണ്ടുപിടിക്കും? 15 24 ആയിട്ടുള്ള 360ൻ്റെ കൂടെ നമ്മൾ ഒരു 24 പാടെ കൂട്ടിയാൽ നമുക്ക് 16 24 കിട്ടി എന്ന് വെച്ചാൽ 24 × 16 കിട്ടിയില്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാം? 360 + 24 384 നമുക്കിവിടെ ആൻസർ വരാം. അപ്പോൾ മനസ്സിലായല്ലോ ഇതെങ്ങനെ ചെയ്യണേന്ന്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. ദെൻ സി ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 24 × 15. ഇവിടെ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് 24 × 15 ഈക്വൽ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 24 × 15 എത്രയാണ്? മുകളിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ. 24 × 15 എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഈ 360ന് തുല്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഈക്വൽ അല്ലാത്തത്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ 360 വരാത്തത് ഏതാന്ന് നോക്കാം, അതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കുക. എ വരുന്നത് 12 × 2 × 15 അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 360 വരിക. അത് നെക്സ്റ്റ് ബി വരുന്നത് 24 × 3 × 5. അത് ചെയ്യുമ്പോഴും നമുക്ക് 360 തന്നെയാണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് വരുന്നത് 12 × 30. അത് ചെയ്താലും നമുക്ക് 360 കിട്ടുക. ദെൻ ഡി ചെയ്യുമ്പോൾ 25 × 14 ചെയ്യുമ്പോഴാണ് നമുക്ക് 350 ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്താ ഇതിൽ ഈക്വൽ അല്ലാത്തത് ഏതാണ്? ലാസ്റ്റ് വരുന്നത് അല്ലേ, ഓപ്ഷൻ ഡി 25 × 14 ഇവിടെ വരുന്ന ആൻസർ. ഇനി ആക്ടിവിറ്റി 4 വരുന്നത് ദി എമൗണ്ട് അലോട്ടഡ് ടു സർട്ടൈൻ സെക്ടേഴ്സ് ഇൻ ദി ആനുവൽ ബഡ്ജറ്റ് ഓഫ് എ ഗ്രാമപഞ്ചായത്ത് ഈസ് ഗിവൺ ഇൻ ദി ടേബിൾ. എന്താ? ഒരു ഗ്രാമപഞ്ചായത്തിലെ ആനുവൽ ബഡ്ജറ്റിൽ ഓരോ സെക്ടറിലേക്കും അനുവദിച്ചിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയാണ് അതിലുള്ളത്? ഹെൽത്തിന് കിട്ടിയിട്ടുള്ള എമൗണ്ട്, അഗ്രികൾച്ചറിന്, അതുപോലെ ഡ്രിങ്കിങ് വാട്ടറിന്, റോഡ് ഡെവലപ്മെൻറ്റിന്, എഡ്യൂക്കേഷന് അല്ലേ, ഇതിനൊക്കെ കിട്ടിയിട്ടുള്ള എമൗണ്ടാണ് തന്നിട്ടില്ലേ. ദെൻ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോർ വിച്ച് സെക്ടർ ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് അലോട്ടഡ്? ഏത് സെക്ടറിന് അലോട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഏറ്റവും ലീസ്റ്റിൽ, ഏറ്റവും കുറവ് എമൗണ്ട് ഏത് സെക്ടറിനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലേതാ വരുന്നത്? യെസ്, 3 ആണ് അല്ലേ. മൂന്നാമത്തെ സെക്ടർ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ആണ് ഏറ്റവും ചെറിയ എമൗണ്ട് വരുന്നത് അല്ലേ. ദെൻ ബി ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ആർ ദ സെക്ടേഴ്സ് ഫോർ വിച്ച് മോർ ദാൻ 1 crore ഈസ് അലോട്ടഡ്? 1 കോടിയുടെ മുകളിലേക്ക് എമൗണ്ട് അലോട്ട് ചെയ്തിട്ടുള്ള സെക്ടർ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? യെസ്, ഈ 2 ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ. ഏതാ? അഗ്രികൾച്ചറും അതുപോലെ റോഡ് ഡെവലപ്മെൻറ്റും. അത് രണ്ടും 1 കോടിയുടെ മുകളിലാണ് എമൗണ്ട് വരുന്നത്. ദെൻ സി വരുന്നത് ഫോർ വിച്ച് സെക്ടർ ആൻ എമൗണ്ട് ബിറ്റ്വീൻ 50 lakhs ആൻഡ് 60 lakhs ഈസ് അലോട്ടഡ്? 50 ലക്ഷത്തിനും
60 ലക്ഷത്തിനും ഇടയിലൊരു എമൗണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട് ഒരു സെക്ടറിന് വേണ്ടിയിട്ട്. അത് ഏത് സെക്ടറാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാ വരുന്നത്? 50ൻ്റെയും 60ൻ്റെയും ഇടയിൽ വരുന്നത് ഇവിടെ ഫസ്റ്റ് വരുന്നത് അല്ലേ, 58,25,000 രൂപ. അതേത് സെക്ടറാണ്? ഹെൽത്ത് ആണ് വരുന്നത്. ഡി ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ആൻ എമൗണ്ട് ലെസ് ദാൻ 10 million ഫ്രം ദി ടേബിൾ. ഈ ടേബിളിൽ നിന്ന് 10 million താഴെയായിട്ട് 10 million ലെസ് ദാൻ ആയിട്ട് വരുന്ന ഒരു എമൗണ്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ എഴുതാം? നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് അഗ്രികൾച്ചർ എഴുതിയിട്ടുണ്ട് അല്ലേ. അഗ്രികൾച്ചറിൽ എത്രയാം? 1,20,45,750 രൂപയാണ് വരുന്നത് അല്ലേ. ഈ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ടോട്ടൽ എമൗണ്ട് അലോട്ടഡ് ഫോർ ഓൾ ദി ഏരിയാസ് ഗിവൺ ഇൻ ദി ടേബിൾ. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ആ പ്രസ്താവനകൾ എന്തിനെ കുറിച്ചാണ്? ഇവിടെ നമ്മൾ ഈ ടേബിളിൽ ഒരുപാട് സെക്ടറിൽ അലോട്ട് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ എമൗണ്ടുകളുടെ ടോട്ടൽ എമൗണ്ടിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് താഴെ തന്നിരിക്കുന്നത്. അതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രസ്താവനകൾ എന്തൊക്കെയാണ്? ടോട്ടൽ അലോട്ടഡ് എമൗണ്ട് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 crore and 2 crore. 1 കോടിയുടെ 2 കോടിൻ്റെയും ഇടയിലാണോ മൊത്തത്തിൽ എമൗണ്ട് വരുന്നത്? അതുപോലെ ബിറ്റ്വീൻ 2 crore and 3 crore. 2 കോടിയുടെയും 3 കോടിയുടെയും ഇടയിലാണോ? അല്ലെങ്കിൽ ബിറ്റ്വീൻ 3 crore and 4 crore. 3 കോടിയുടെയും 4 കോടിയുടെയും ഇടയിലാണോ? അല്ലെങ്കിൽ എബോവ് 4 crore. 4 കോടിയുടെ മുകളിലാണോ? ഇതിലേതാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3,26,46,734 ടോട്ടൽ എമൗണ്ട് വരുന്നത്. അപ്പോൾ അത് ഏതിലാണ് വരിക? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലേ. ബിറ്റ്വീൻ 3 crore and 4 crore. 3 കോടിയുടെയും 4 കോടിയുടെയും ഇടയിലാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഇനി ആക്ടിവിറ്റി 5, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 centimeters ആൻഡ് ഡ്രോ ദി പാറ്റേൺ ഗിവൺ ബിലോ ഓൺ ഇറ്റ്. നിങ്ങളോട് 3 centimeter റേഡിയസിൽ എന്ത് ചെയ്യുക? ഒരു വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിനുള്ളിൽ ഇതുപോലെ ഈ തന്നിരിക്കുന്ന പോലെയുള്ള പാറ്റേണും വരയ്ക്കുക. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഇനി ബി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ആർ സർക്കിൾസ് ഓഫ് റേഡിയസ് 3 centimeters and 1 centimeter. What is the length of the line drawn by joining the centers of the 2 circles? ഇവിടെ താഴെ 2 സർക്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ സെൻറ്ററിൽ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് മറ്റേ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ലൈനും വരച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കിളിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് 3 centimeter മറ്റേ സർക്കിളിൻ്റെത് 1 centimeter ആണെന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൈനിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്ര വരും? നമുക്കറിയാം അല്ലേ. ഈ റേഡിയസ് എന്ന് വെച്ചാൽ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ സർക്കിളിൻ്റെ അറ്റത്തേക്ക് വരയ്ക്കുന്ന ആ ലൈനാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സർക്കിളിൻ്റെത് 3ഉം മറ്റേതിൻ്റെത് 1ഉം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ ലൈനിൻ്റെ അളവ് കിട്ടും. അപ്പോൾ 3 + 1 4 centimeter ആണ് ഈ ഒരു ലൈനിൻ്റെ അളവ് വരുന്നത്. ഇനി ആക്ടിവിറ്റി 6 ആണ്. A question, how many 4-digit numbers can be formed using all the digits 6, 7, 8 and 9? 6, 7, 8, 9 എന്നുള്ള ഈ ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് 4-digit നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ 6, 7, 8, 9 എന്ന് പറയുന്ന 4 നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് 6 വെച്ച് എത്ര 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണെങ്കിൽ തന്നെ ഇത്രയും നമ്പേഴ്സ് കിട്ടൂലേ. 6,789 എഴുതാം, 6,798 എഴുതാം, 6,987 എഴുതാം, 6,978 എഴുതാം, 6,897 എഴുതാം, 6,879 എഴുതാം. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലെറ്റർ വെച്ച് അല്ലെങ്കിൽ 6 എന്ന് പറയുന്ന ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിന് നമുക്ക് 6 എണ്ണം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 7 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും 6 എണ്ണം കിട്ടും. അതുപോലെ 8 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും 6 എണ്ണം കിട്ടും. അതുപോലെ 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും 6 എണ്ണം തന്നെ കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 6 × 4 ചെയ്താൽ മതി അല്ലേ. 6 × 4 എത്ര വരാം? 24 നമ്പേഴ്സാണ് ടോട്ടൽ നമുക്ക് വരുന്നത് അല്ലേ. Then B question, how many numbers will be there with 7 in the ones place? 1ൻ്റെ സ്ഥാനത്ത് 1ൻ്റെ പ്ലേസിൽ 7 വരുന്ന എത്ര നമ്പേഴ്സ് നമുക്ക് കിട്ടുന്ന ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിൽ നമുക്ക് 2 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. 1ൻ്റെ സ്ഥാനത്ത് 7 വരുന്നത് 2 എണ്ണം വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ 7 വെച്ച് എഴുതുന്ന നമ്പേഴ്സിൽ എവിടെയാണ് 7 വരുന്നത്? ഫുള്ള് 7 നമുക്ക് ഫ്രണ്ടിലാണ് വരുന്നത് എന്ന് വെച്ചാൽ 1000ൻ്റെ സ്ഥാനത്ത് മാത്രമാണ് വരിക അല്ലേ. ഇവിടെ 6 വന്ന പോലെ. അപ്പോൾ അതിൽ നമുക്ക് 7 1ൻ്റെ സ്ഥാനത്ത് വരൂല. അപ്പോൾ അതിൽ 0 ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് 8 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിലും ഇതുപോലെ 2 എണ്ണം നമുക്ക് കിട്ടും. 7 1ൻ്റെ സ്ഥാനത്തുള്ളത്. ദെൻ അതുപോലെ 9ൻ്റെ എടുക്കുമ്പോഴും അതിലും 2 എണ്ണം കിട്ടും. അപ്പോൾ എത്ര എണ്ണമായി?
ഇതിൽ 2 എണ്ണം, ദെൻ 8ൻ്റെ ഇതിൽ 2 എണ്ണം, 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിലും 2 എണ്ണം. അപ്പോൾ ടോട്ടൽ 6 എണ്ണമാണ് വരിക അല്ലേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ നമ്പേഴ്സും എഴുതി നോക്കുക. ഇവിടെ നമ്മൾ 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എഴുതിയില്ലേ, അതുപോലെ 7 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും 8 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും ഫുൾ എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കുക കേട്ടോ. സി ക്വസ്റ്റ്യൻ, എമംഗ് ദ നമ്പേഴ്സ് ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 6, 7, 8 and 9, ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ? നമ്മളിപ്പോൾ 6, 7, 8, 9 എന്ന് പറയുന്ന ഡിജിറ്റ് വെച്ചിട്ട് എന്താ 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കി അല്ലേ. അതിൽ ഓഡ് നമ്പേഴ്സ് വരുന്നത് എത്ര എണ്ണാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ആ നമ്മൾ ഉണ്ടാക്കിയെടുത്ത 24 നമ്പേഴ്സിൽ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യയായിട്ട് വരുന്നത് എത്ര നമ്പേഴ്സ് ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാകും? ഓഡ് നമ്പേഴ്സ് വരണമെങ്കിൽ ലാസ്റ്റ് വരുന്ന സംഖ്യ ഒറ്റ സംഖ്യ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഒറ്റ സംഖ്യ വരുന്നത് ഏതൊക്കെയാണ്? 7 വരുന്നുണ്ട്, 9 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 7 അല്ലെങ്കിൽ 9 ലാസ്റ്റ് വരുന്ന നമ്പർ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 7 വരുന്ന നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇവിടെ അല്ലേ. എത്ര എണ്ണം വരുന്നുണ്ട്? യെസ്, 6 എണ്ണം എന്ന് ഇവിടെ നമ്മൾ ബി ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ 9 വരുന്നതും എത്ര എണ്ണം ഉണ്ടാവും? 9 വരുന്നതും സെയിം 6 എണ്ണം ഉണ്ടാവും. അപ്പോൾ 6 + 6 എത്ര വരും? 12 എണ്ണമാണ് വരുന്നത്. മനസ്സിലായല്ലോ. ഡി ക്വസ്റ്റ്യൻ, ഹൗ മെനി 4 ഡിജിറ്റ്സ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 6, 7, 8 and 0? എന്താ ഇവിടെ 6, 7, 8, 0 ഇങ്ങനെയുള്ള ഈ 4 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ്, എത്ര 4 അക്ക സംഖ്യകൾ എഴുതാമെന്നാണ് ചോദിക്കുന്നത്. മുകളിൽ ചെയ്ത പോലെ തന്നെ 4 നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്താ 4 അക്ക സംഖ്യകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സംഖ്യ വെച്ചിട്ട് തന്നെ നമുക്ക് എത്ര എണ്ണം കിട്ടും? 6 എണ്ണം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 എണ്ണം കിട്ടും, 7 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ 6 എണ്ണം കിട്ടും, 8 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും 6 എണ്ണം കിട്ടും. ദെൻ 0 വെച്ച് ഇതുപോലെ നമ്പേഴ്സ് എഴുതുമ്പോൾ 6 നമ്പേഴ്സ് നമുക്ക് എഴുതാം. പക്ഷേ 0 ഫസ്റ്റ് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ 4 അക്ക സംഖ്യയാക്കി കൂട്ടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് അതിൽ വരൂല അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വരും? 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 എണ്ണം, 7 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 എണ്ണം, 8 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും 6 എണ്ണം. അപ്പോൾ 6 + 6 + 6 18 നമ്പേഴ്സാണ് ടോട്ടൽ വരിക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫൈൻഡ് നമ്പർ അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈസിയാണ്, നമുക്ക് നോക്കാം അല്ലേ. നമ്പേഴ്സ് ഇവിടെ താഴെ തന്നിട്ടുണ്ട് 4 ഓപ്ഷൻസ് ആയിട്ട് അല്ലേ. അപ്പോൾ അതിലേ നമ്പറാന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഹിൻഡ് എന്താണെന്ന് നോക്കാം. ഡിജിറ്റ്സ് 0, 4, 6, 8 and 5 ആർ യൂസ്ഡ് ടു ഫോം ദി നമ്പർ. ഈ നമ്പറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേ. 0, 4, 6, 8, 5 ഈ നമ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ നമ്പർ എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എല്ലാ നമ്പേഴ്സിലും എന്താ ഈ നമ്പേഴ്സൊക്കെ വരുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലൂ നോക്കാം. ദ നമ്പർ ഈസ് ബിറ്റ്വീൻ 14,000 and 15,000 അല്ലേ. 50,000-ൻ്റെയും 40,000-ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഈ എയും സിയും ഡിയും ഒക്കെ എന്താ 40,000-നും 50,000-നും ഇടയിൽ തന്നെ വരുന്നത്. പക്ഷേ ബി വന്നിട്ടുള്ളത് എന്താ 80,000-ലാണ് അല്ലേ. സോ അത് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതെങ്ങനെയായാലും ആൻസറിൽ വരൂല അല്ലേ. നെക്സ്റ്റ് വരുന്നത് ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ. എന്താ നെക്സ്റ്റ് പറയുന്നത് ഇതൊരു ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒറ്റ സംഖ്യ അല്ലാത്ത സംഖ്യ ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലേ. 8 അതിൻ്റെ ലാസ്റ്റ് വരുന്നത്. സോ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് രണ്ടും വരൂല. നെക്സ്റ്റ് ദ ഡിജിറ്റ് ഇൻ ദ 100th പ്ലേസ് ഓഫ് ദി നമ്പർ ഈസ് 0. എന്താ പറയുന്നത്? 100ൻ്റെ സ്ഥാനത്ത് 0 വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ ഇത് രണ്ടിലും 100ൻ്റെ സ്ഥാനത്ത് 0 തന്നെയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻ ദി നമ്പർ ഫോംഡ് ബൈ 3 മിഡിൽ ഡിജിറ്റ്സ് ഈസ് ബിറ്റ്വീൻ 600 and 700. പിന്നെ ഇതിൽ മിഡിൽ വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ. ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള 3 നമ്പേഴ്സ് ഉണ്ടല്ലോ, അത് 600-നും 700-നും ഇടക്കാന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് എത്രയാ? ഇവിടെ സെൻറ്ററിൽ വരുന്ന 3 നമ്പേഴ്സ് എടുത്ത് നോക്കുക, എത്ര? 806 വരുന്നത് അല്ലേ. അപ്പോൾ അത് 600-നും 700-നും ഇടക്കാണ് വരുന്നത് അല്ല. അപ്പോൾ അത് തെറ്റാണ്. ദെൻ അപ്പോൾ ആൻസർ ഏത് വരും? ലാസ്റ്റ് തന്നിരിക്കുന്നതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 7 ആണ് നെക്സ്റ്റ്. There are 1,775 students in a school. It was decided to distribute laddus to all students on the occasion of പ്രവേശനോത്സവം. എന്താ പറയുന്നത്? ഒരു സ്കൂളിൽ 1775 കുട്ടികളുണ്ട്. ദെൻ പ്രവേശനോത്സവത്തിൻ്റെ അന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും ലഡു വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് ഈച്ച് പാക്കറ്റ് ബോട്ട് കണ്ടെയ്ൻ 25 ലഡൂസ്, ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് ലഡൂസ് വിൽ ബി ദർ? എന്താ വാങ്ങിയിട്ടുള്ള ലഡുവിൻ്റെ പാക്കറ്റുകളിൽ 25 ലഡു വെച്ചിട്ടാണ് ഓരോ പാക്കറ്റിലും വരുന്നത്.
അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ് ലഡു ആയിരിക്കും അവിടെ വാങ്ങിയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. സോ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ നിന്ന് ഓരോ പാക്കറ്റിലും അടങ്ങിയിട്ടുള്ള ലഡുവിൻ്റെ എണ്ണം നമ്മൾ ഹരിച്ച് നോക്കിയാൽ നമുക്ക് എത്ര ലഡു ഉണ്ടെന്ന് കിട്ടൂലേ. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാ? 1775. ദെൻ ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻസ്, ഓരോ പാക്കറ്റിലും അടങ്ങിയിട്ടുള്ളത് 25 ലഡൂസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പാക്കറ്റ്, എത്ര പാക്കറ്റ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. 1775 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ ആൻസർ എത്ര വരും? 71 അല്ലേ. അപ്പോൾ ടോട്ടൽ 71 പാക്കറ്റ്സ് ലഡു ആണ് അവിടെ കൊണ്ടുവന്നിട്ടില്ലേ. ദെൻ ബി ക്വസ്റ്റ്യൻ വരുന്നത് 225 more ലഡൂസ് വെർ ബോട്ട് ഫോർ ഗസ്റ്റ്സ്. ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, അതിഥികൾക്ക് വേണ്ടിയിട്ട് 225 ലഡുകളും കൂടി വാങ്ങി. ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻഡ് 50 ലഡൂസ്. ഓരോ പാക്കറ്റിലും 15 ലഡു അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. എന്ന് വെച്ചാൽ 15 ലഡു അടങ്ങിയിട്ടുള്ള പാക്കറ്റുകളാണ് പിന്നീട് അവർ ഗസ്റ്റുകൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ് ലഡു ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുകയെന്ന് ചോദിക്കുന്നത്. ഇത് നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ഡിവൈഡ് ചെയ്ത് ഹരിച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ഗസ്റ്റ് 225. ദെൻ ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻസ് 15 ലഡൂസ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ് എങ്ങനെ കിട്ടും? 225 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 15 തന്നെയാണ് വരുന്നത് അല്ലേ. 15 പാക്കറ്റ് ലഡു ആണ് പിന്നീട് വാങ്ങിയത്. ഇനി സി ക്വസ്റ്റ്യൻ 20 divided by 5 equal 4. Then which is equal to 2000 divided by 5? എന്താ ചോദിക്കുന്നത്? 20 ഹരിക്കണം 5 എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 2000 ഹരിക്കണം 5ന് ഈക്വൽ ആയത് താഴെ തന്നിരിക്കുന്നതിലേതാണ് ചോദിക്കുന്നത്. അപ്പോൾ 2000 ഹരിക്കണം 5 എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 20 ഹരിക്കണം 5 4 ആണെങ്കിൽ 2000 ഹരിക്കണം 5 എത്രയായിരിക്കും? യെസ്, നമുക്ക് ഈ 2000 എക്സ്ട്രാ വന്നിട്ടുള്ള ഈ 2 പൂജ്യം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 400 2000 ഹരിക്കണം 5 കിട്ടുക. മനസ്സിലായോ? ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇവിടെ തന്നിട്ടുള്ളതിൽ 400ന് ഈക്വൽ ആയത് ഏതാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ വരുന്നത് 4 × 10 അല്ലേ. 4 × 10 എത്രയാണ്? 40 വരിക. അപ്പോൾ അതെല്ലാം. നെക്സ്റ്റ് വരുന്നത് 40 × 100 ആണ് അല്ലേ. അപ്പോൾ എത്ര വരും? 4000 വരും. അപ്പോൾ അതുമല്ല. ദെൻ സി വരുന്നത് 4 × 100 ആണ്. 4 × 100 എത്രയാണ്? 400 അല്ലേ. അപ്പോൾ അതാണ് കറക്റ്റ് വരുന്നത്. ഡി വരുന്നത് 4 × 20 എത്രയാ? 80 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അതുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. സിമ്പിളാണ് അല്ലേ. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.